എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായമാണ് അഹിംസ. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായവും അതിനകത്ത് വരുന്ന ഈശാവാസ്യ ഉപനിഷത്തിന്റെ മന്ത്രവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് നമുക്ക് കുറച്ചധികം വിശദീകരിക്കാനുമുണ്ട്. ആദ്യം പറയുന്നത്, ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇന്നും മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്. അവരെല്ലാം തന്നിൽ നിന്നും അന്യമായി എല്ലാത്തിനെയും പറയും, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടത് അവരവർ തന്നെയാണ്. ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതില് വിമർശനമൊന്നും വേണ്ട. ഒരു വിമർശ ബുദ്ധി ഇല്ലാതെ തന്നെ ചിന്തിച്ചു നോക്കൂ. അവരവർക്ക് പ്രിയപ്പെട്ടത് അവരവർ തന്നെയാണെന്നാണ്. ഞാൻ തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ടത്. അതിന് കാരണം നമുക്ക് ഒന്ന് രണ്ട് യുക്തി വെച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഞാൻ എന്റേത് എന്ന് പറയുന്നതെല്ലാം ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഞാനും കൂടി എപ്പോഴും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ എന്റേത് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇപ്പോ ഗുരു ചോദിക്കുകയാണ്, ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? കുട്ടി എന്തായാലും അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് എനിക്ക് പ്രിയപ്പെട്ടത്. നമുക്കൊക്കെ ഇത്രയും പ്രായമായതിനു ശേഷവും മനസ്സിലായിട്ടില്ല അത് ഞാൻ തന്നെയാണെന്ന്. എന്തായാലും ഇതോടുകൂടി, ഈ ഒരു അധ്യായത്തോടുകൂടി നമുക്കും പിടികിട്ടണം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ തന്നെയാണ്. ഗുരു പറയുന്ന ആത്മപ്രിയം, അവനവന് പ്രിയമുള്ള വസ്തു അവരവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തില് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനും പ്രിയത്തിനായി വരേണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ആത്മസുഖത്തിനായി സകലരും ആത്മസുഖത്തിനായി സദാപി പ്രയത്നം ചെയ്തിടുന്നു എന്ന് പറഞ്ഞ ശ്ലോകവും രണ്ടും ആ ആത്മസുഖത്തിനെ പറയുന്നതാണ്. കാരണം എല്ലാവരും ആത്മാവിലിരിക്കുന്നവരാണ്. ആത്മാവെന്ന് പറയുന്ന ബോധസ്വരൂപത്തിലാണ് സകലരുടെയും ഈ പറഞ്ഞതുപോലെയുള്ള ഉൽപ്പത്തി ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഉണ്ടാകണമെങ്കിൽ ആത്മാവ് ഉണ്ടായിരിക്കണം. എന്താണ് ആത്മാവ്? സച്ചിദാനന്ദം ആത്മ, സച്ചിദാനന്ദം ബ്രഹ്മം എന്നാണ്. അപ്പോ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറയുന്നതിനാണ് നമ്മൾ അസ്ഥി ഭാതി പ്രിയം എന്നാണ് പറയുന്നത്. സത്ത് എന്നത് അസ്ഥി ഉണ്ട് എന്ന് പറയും. ചിത്ത് എന്നത് ഭാതി പ്രകാശിക്കുന്നത്, ബോധം എന്നർത്ഥം. അതുപോലെയാണ് സച്ചിദാനന്ദം, ആനന്ദത്തിന്റെ താഴെയാണ് പ്രിയം, അതായത് എല്ലാം പ്രിയമായിരിക്കുന്നത്. ഇതാണ് ആത്മാവ് എന്നാണ്. ഇതിനെ ഇവിടെ ഇപ്പൊ ഗുരു പറഞ്ഞു, അവനവൻ തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് തനിക്കെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഗുരു പറയാണ്, പക്ഷെ പലരുടെയും വിചാരം മറ്റെന്തോ ആണ് അവരവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ്. അപ്പൊ ഏതിനെയും ഇഷ്ടപ്പെടുന്നത് വാസ്തവത്തിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അത് ആനന്ദം തരും എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ബന്ധുക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള വസ്തുക്കളോടെല്ലാം ഇഷ്ടം. എന്തുകൊണ്ടാണ്? അതെല്ലാം നമുക്ക് ആനന്ദം തരും എന്നുള്ളത് കൊണ്ടാണ്. ഏതാണ് നമുക്ക് ദുഃഖം? ശ്രദ്ധിച്ചാൽ അറിയാം, ഏതാണോ നമുക്ക് അപ്രിയമായത് അതിനോടാണ് നമുക്ക് ഇഷ്ടക്കുറവ്. അപ്രിയമായതാണ് നമുക്ക് ദുഃഖം തരുന്നത്. അപ്പോ വിചാരം ചെയ്ത് നോക്കിയാൽ ഈ അപ്രിയം ഉണ്ടാകുമോ എന്ന് ഭയന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും ദുഃഖം വരുമോ എന്ന ഭയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോ ഇവിടെ ഗുരു പറഞ്ഞു വരുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഒരു മന്ത്രത്തോടു കൂടിയാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഉപദേശിക്കുന്നതാണ്. യാജ്ഞവൽക്യൻ ഒരു വലിയ കുലഗുരുവായിരുന്നു. ജനകന്റെ സദസ്സിലെ കുലഗുരുവാണ്, ജനകന്റെ ഗുരുവുമാണ്. ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത് യാജ്ഞവൽക്യനും ഗാർഗിയും തമ്മിലുള്ള സംവാദം. അതായത് ജനകന്റെ സദസ്സിലിരിക്കുന്ന ഗാർഗി എന്ന ഒരു തപസ്വിനി, അവരും യാജ്ഞവൽക്യനും തമ്മിലുള്ള സംവാദവും, യാജ്ഞവൽക്യനും ജനകനും തമ്മിലുള്ള സംവാദവും, യാജ്ഞവൽക്യനും യാജ്ഞവൽക്യന്റെ ഭാര്യയായ മൈത്രിയും തമ്മിലുള്ള സംവാദവും കൂടിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ബൃഹദാരണ്യ ഉപനിഷത്ത്. പേരുപോലെ തന്നെയാണ്, ഏറ്റവും വലിയ ഉപനിഷത്താണ്. അപ്പോ ആ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഒരു ഭാഗമാണ് സ്വാമി ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന. അതായത് ആത്മാവിനോടുള്ള പ്രിയമാണ് എല്ലാവർക്കും ഉള്ളത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയോടുള്ള സ്നേഹമല്ല, തന്റെ ആത്മാവിന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. തിരിച്ച് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് അവനവനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ചിന്തിച്ചു നോക്കണം. ഇത് ഇവിടെ ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ ആ ഒരു ഭാവം നോക്കിക്കഴിഞ്ഞാൽ, യാജ്ഞവൽക്യന് 2 ഭാര്യമാരായിരുന്നു, മൈത്രേയിയും കാർത്യായനിയും, 2 പേരും. അപ്പൊ യാജ്ഞവൽക്യൻ കുലഗുരുവൊക്കെ ആയിട്ടിരുന്നു. ജനകന്റെ സദസ്സില് ഈ ആത്മസംവാദത്തിൽ ഏർപ്പെട്ട് ഇഷ്ടംപോലെ ബ്രഹ്മവിദ്യയുടെ സംവാദമാണ് അവിടെ നടന്നിരുന്നത്. അതിലെല്ലാം വലിയ വലിയ പ്രഖ്യാപനങ്ങൾ യാജ്ഞവൽക്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ജനകൻ സന്തോഷാധിക്യത്താൽ കൊടുത്തുകൊണ്ടിരുന്ന ഈ വസ്തുക്കളെല്ലാം ഇദ്ദേഹത്തിന് സ്വത്തുക്കളായി വന്നുകൂടി. അതായത് കൊമ്പിൽ സ്വർണം കെട്ടിയ പശുക്കളെ ദാനം ചെയ്തു. ജനകൻ
അത് കഴിഞ്ഞിട്ട് കൊളംബില് സ്വർണം കിട്ടിയ പശുക്കളെയും കാളകളെയും കൊടുത്തു. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ അവസാനം ജനകൻ ഈ സത്യം യാജ്ഞവൽക്യൻ പറയുന്നത് കേട്ടിട്ട് തന്റെ സിംഹാസനം വരെ ജനകൻ യാജ്ഞവൽക്യന്റെ മുമ്പിൽ അടിയറ വെച്ചു എന്നാണ്. അതായത് ഗുരു പറയുന്ന സത്യത്തിന്റെ മുമ്പില് ശിഷ്യൻ ആത്മാനുഭവം ഉണ്ടാവുമ്പോ എന്തും കൊടുത്തു പോകും എന്നാണ്. അങ്ങനെ കൊടുത്തപ്പോ യാജ്ഞവൽക്യൻ അത് സ്വീകരിച്ച് ബ്രഹ്മവിദ്യക്ക് പകരം ഒന്നും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ജനകന് തന്നെ ആ പറയുന്ന സിംഹാസനം തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു വരുന്നത് യാജ്ഞവൽക്യനും മൈത്രേയിയും തമ്മിലുള്ള സംവാദം. അപ്പൊ ഇത്രയും ധനമൊക്കെ സമ്പാദിച്ച യാജ്ഞവൽക്യന് കുലഗുരുവായിരുന്നെങ്കിലും അവസാനം എന്താണ്, മാതൃക കാണിച്ചു വേണം പോകാൻ. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും എല്ലാ ആശ്രമധർമ്മങ്ങളും പാലിച്ചവര് അവസാനം ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിക്കണമല്ലോ. അതുകൊണ്ട് ലോക മാതൃകയാവാൻ വേണ്ടി യാജ്ഞവൽക്യൻ വാനപ്രസ്ഥത്തിന് ഒരുമ്പെടുകയാണ്. ആ സമയത്ത് സ്വത്തുക്കളെല്ലാം രണ്ടായി ഭാഗിച്ച് 2 ഭാര്യമാർക്കുമായിട്ട് കൊടുത്തു. കാർത്യായനി അത് മേടിച്ച് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. അതേസമയം യാജ്ഞവൽക്യന്റെ അടുത്ത് മൈത്രേയി ചോദിക്കുകയാണ്, എവിടെയോട്ടാണ് അങ്ങ് പോകുന്നത്? ഈ പണം കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? അപ്പൊ യാജ്ഞവൽക്യൻ പറഞ്ഞു, പണം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം, ബാക്കി ജീവിതം ആയുസ് മുഴുവൻ നന്നായിട്ട് ഇരിക്കാൻ പറ്റും, ശരീരത്തിനെ സംരക്ഷിച്ച് അന്നത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ മൈത്രേയി ചോദിക്കുകയാണ്, അപ്പൊ അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നതിന് കാരണം എന്താണ്? അപ്പൊ അങ്ങേക്ക് ഇതിനേക്കാൾ എന്തോ വലിയ ഒരു സുഖം എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ധനം അങ്ങേക്ക് എന്തോ ഉണ്ടല്ലോ സ്വന്തമായി, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങ് പോകുന്നത്. അപ്പോഴാണ് യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഉപദേശിക്കുന്നത്. അവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മള് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വലിയ വേദവാക്യം യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ഉപദേശിക്കുന്നതാണ് ബൃഹദാരണ്യോപനിഷത്തില്, യജുർവേദം ബൃഹദാരണ്യോപനിഷത്ത്. അപ്പോ അവിടെ ചോദിക്കുന്നുണ്ട്, അപ്പൊ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയാണ്, അരേ മൈത്രേയി എന്നാണ്. അതായത് എങ്ങനെയാണ് ഈ സത്യം അറിയേണ്ടത് എന്നാണ്. ആത്മാവാരെ ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്നാണ്. ആത്മാവിനെ അറിഞ്ഞവരിൽ നിന്നും കേൾക്കണം, കേട്ടതിനെ മനനം ചെയ്യണം, മനനം ചെയ്ത് നിധിധ്യാസനത്തിലെത്തണം എന്നാണ്. ശ്രുതി, യുക്തി, അനുഭവം അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഉപദേശിക്കുമ്പോഴാണ് പറയുന്നത്, ആത്മാവിനെ അറിയണം, താൻ ആത്മസ്വരൂപമാണെന്ന് അറിയണം, തനിക്ക് ഏറ്റവും പ്രിയം ആത്മാവിനോടാണെന്ന് അറിഞ്ഞ്, ഈ കാണുന്നത് മുഴുവൻ ആത്മാവാണ് എന്ന് അറിഞ്ഞ്, ആത്മാവിൽ നിന്നും അന്യമായി ഒന്നിനെയും ഇവിടെ കാണരുത്. ആത്മാവിൽ നിന്നും അന്യമായാണ് നീ ധനത്തെ കാണുന്നതെങ്കിൽ ആ ധനം നിന്നെ ദുഃഖിപ്പിക്കും. ആത്മാവിൽ നിന്നും അന്യമായാണ് നീ പുത്രനെ കാണുന്നതെങ്കിൽ ആ പുത്രൻ നിന്നെ ദുഃഖിപ്പിക്കും. അപ്പൊ എങ്ങനെയാണ് ഇതിനെയെല്ലാം കാണേണ്ടത്? എല്ലാം ആത്മാവാണ് എന്ന് കണ്ടുകൊണ്ട് വേണം ഇവിടെ ജീവിക്കാൻ. ഈശാവാസ്യം ഇതം സർവം എന്നാണ്, ആത്മാവാസ്യം ഇതം വിശ്വം എന്ന് ഭാഗവതം. അപ്പോ ആ പറഞ്ഞതിനെയാണ് സ്വാമി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപനിഷത്ത് നൽകുന്ന മുഖ്യമായ ഒരു പാഠം. താൻ തന്നെ ആത്മാവിനെ തന്നെ വേണ്ടവണ്ണം അറിഞ്ഞു കഴിയുമ്പോൾ അതാണ് ഏറ്റവും പൂർണ്ണമായ അറിവ്. താൻ തന്നെ അറിയുന്ന അറിവിനപ്പുറം ഇനി ഇവിടെ വേറെ ഒരു അറിവുമില്ല. ആ അറിവിന്റെ അവസാനമാണ് വേദാന്തം. അത് തന്നെയാണ് ഉപനിഷത്ത് സത്യം, അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവം. അപ്പോ ഹരി പറയാണ്, ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഉപദേശിക്കുമ്പോ അതിനകത്ത് എപ്പോഴും പറയേണ്ട നല്ല ഉദാഹരണമാണ് സമുദ്രവും തിരയും. സമുദ്രം ഭഗവാനും, അതായത് സച്ചിദാനന്ദമായ സാഗരവും, അതിനകത്തെ ഒരു തിരയാണ് ഈ ജീവൻ എന്നാണ്. അപ്പോ അത് ഒരു തിര, അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിനെ അറിയുമ്പോ എങ്ങനെ ഇരിക്കും ചോദിച്ചപ്പോ ഹരി പറയാണ്, അതൊരു തിര, താൻ കടലിൽ നിന്നും വേറല്ല, കടൽ തന്നെയാണ് എന്ന് അറിയുന്നത് പോലെ ഇരിക്കും. ആ തിര അറിയുകയാണ് താൻ സമുദ്രം തന്നെയാണ്, അല്ലാതെ തിരക്ക് പ്രത്യേകിച്ച് ഒരു നിലനിൽപ്പില്ല. തന്നിൽ സത്യമായിരിക്കുന്നത് കടൽ തന്നെയാണെന്ന് തിര അറിയുന്നത് പോലെ, അതുപോലെയാണ് ഞാനും പരമമായ സത്യത്തിനെ അറിയുമ്പോ ആ സത്യമായ വസ്തു, ഏകമായ വസ്തു താൻ തന്നെയാണെന്ന് കണ്ടെത്തും. അപ്പൊ ഗുരു പറഞ്ഞു, ആ സത്യത്തെ ഉപനിഷത്തിന്റെ തുടക്കത്തിൽ എന്ത് വിളിച്ചു? ഈശൻ എന്ന് വിളിച്ചു. അതായത് ഈശാവാസ്യം ഇതം സർവം എന്ന് തുടങ്ങിയ ഉപനിഷത്തിന്റെ ആദ്യത്തിൽ ഈശൻ എന്ന് വിളിച്ചത് ആ പരമമായ ഏകമായ സത്യത്തിനെ തന്നെയാണ് എന്നാണ്. അപ്പൊ ഗുരു വീണ്ടും പറയാണ്, ഈ ഈശന്റെ അംശം ഞാൻ തന്നെയാണെന്നും ഈശൻ തന്നെയാണെന്നും അതിൽ നിന്ന് വേറെയായി ഒന്നും ഇവിടെ ഇല്ല എന്നും നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോ ഞാൻ സത്യം കണ്ടെത്തി കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും ആ സത്യത്തിൽ നിന്നും വേറല്ല എന്നും കണ്ടെത്തും. അതായത് തന്നിൽ നിന്നും വേറായി ഒരു സത്യമില്ല എന്ന് കണ്ടെത്തും. ഇവിടെ എത്തുമ്പോ നമ്മള് പറഞ്ഞു കൊടുക്കുമ്പോ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ സത്യത്തിനെ തന്നിൽ തന്നെ കണ്ടെത്താനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ ആ സത്യവസ്തു ഞാനാണ് എന്ന് തെളിയിച്ച് പറയേണ്ടി വരും.
അത് ഞാൻ തന്നെയേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, ഈ കാണുന്നത് മുഴുവൻ ഞാൻ തന്നെയാണ് എന്നറിയിക്കണം. അപ്പൊ നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ മതി, ആദ്യം ഉണരുന്നത് തന്റെ ഉള്ളിൽ എന്താണ്? ഞാനാണ്. ഞാൻ ഉണ്ടെങ്കിലേ ഈ കാണുന്ന പ്രപഞ്ചമുള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ ഈ ചുറ്റുമുള്ള എല്ലാം ഉള്ളൂ, ഞാൻ ഉണ്ടെങ്കിലേ നീ ഉള്ളൂ. അപ്പൊ ഈ ഞാൻ എവിടെയാണ്? ഞാൻ എന്റെ ഉള്ളിലാണ്. കുട്ടിയപ്പ പറയും, ഞാൻ എന്റെ ഉള്ളിലാണ്. ഞാൻ എവിടെയാണ് ഉദിക്കുന്നത്? എന്റെ ബോധത്തിലാണ് ഉദിക്കുന്നത്. ബോധമുണ്ടോ? ഞാനുണ്ട്. ബോധമില്ലയോ? ഞാനില്ല. ഞാനുണ്ടോ? ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും ഉണ്ട്. ഞാനില്ലയോ? ഈ പ്രപഞ്ചമില്ല. അപ്പൊ എളുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത് സാക്ഷാത്കരിക്കാൻ പറ്റും, ഒരു ഫോമുല പോലെ. ഞാനുണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചം എല്ലാം ഉണ്ട്. ഞാനില്ലയോ? ഈ പ്രപഞ്ചം ഒന്നുമില്ല. അപ്പൊ ഞാൻ തന്നെയില്ലേ ഈ കാണുന്ന എല്ലാം? അപ്പൊ വീണ്ടും കുട്ടിക്ക് സംശയം വരും. അപ്പൊ ഞാനില്ലെങ്കിലും ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, വേറൊരുവൻ അപ്പുറത്തിരിക്കുന്നവനുണ്ടെങ്കിലും പ്രപഞ്ചം ഉണ്ടല്ലോ. നോക്കൂ, അവനും എവിടെയാണ് ഈ പ്രപഞ്ചത്തിനെ കാണുന്നത്? അവന്റെ ഉള്ളിലെ ഞാനിൽ, അവന്റെ ഉള്ളിലെ ബോധമാകുന്ന സ്വരൂപത്തിൽ. അപ്പൊ ഞാനും ആ ഞാനും രണ്ടും ഒന്ന് തന്നെയല്ലേ? നോക്കൂ, എല്ലാം പറഞ്ഞു വരുമ്പോ ഒരേ ഞാനാണ് ഈ അവര് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നെങ്കിൽ ആ ക്ലാസ്സിലിരിക്കുന്ന സകല കുട്ടികളുടെ ഉള്ളിൽ ഉദിക്കുന്നത് ഒരു ഞാനാണ്. പഠിപ്പിക്കുന്ന ആളിന്റെ ഉള്ളിലും പഠിതാവിന്റെ ഉള്ളിലും ഒക്കെ ഒരേ ഞാൻ മാത്രമാണ് ഉദിക്കുന്നത്. ആ ഞാൻ ഏകമാണ്. ആ ഞാനിൽ നിന്നാണ് ഈ സകലതും ഉണ്ടായി നിലനിന്ന് മറയുന്നത് എന്നറിയുമ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ് അതിനെ നമുക്ക് കൂടുതൽ കൂടുതൽ തെളിയിക്കാൻ പറ്റും അവനവനിൽ തന്നെ. ഇങ്ങനെ ഓരോ അധ്യായത്തിലോട് അടുക്കുമ്പോഴും ഓരോ അധ്യായം കഴിയുമ്പോഴും ഒക്കെ കുട്ടികളിൽ ഈ ഞാൻ എന്ന അസ്തിത്വം, തന്റെ ഉള്ളിലെ ഞാൻ 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 ഉണ്ട് എന്ന അസ്തിത്വത്തിനെ നമ്മൾ വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കണം. ഇതിനെയാണ് ആവർത്തിച്ചു പറഞ്ഞ് ഈ രീതി ശ്രവണം ചെയ്യിപ്പിക്കുന്നത്. കാരണം എത്ര കേൾക്കുമോ അത്രയും ഇത് ഉറയ്ക്കും. അപ്പോ വീണ്ടും ആ സത്യം തന്റെ ഉള്ളിലിരിക്കുന്ന ബോധമാണ്, ആ ബോധത്തിലാണ് ഞാൻ ഉണ്ടായത്, ആ ഞാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം എന്ന് അറിയുമ്പോ തനിക്ക് മറ്റുള്ളവയായി കാണപ്പെടുന്നതിനോട് തോന്നുന്ന മനോഭാവം എന്തായിരിക്കും? അവയും ഞാൻ തന്നെയാണെന്ന്. ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അപ്പോൾ സകലതിനെയും സ്നേഹിക്കും. അപ്പോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ഞാൻ തന്നെ. അങ്ങനെ സകലതിനെയും താൻ തന്നെയായി കാണുമ്പോൾ, അതായത് സത്യമാകുന്ന കടലായി കാണുമ്പോൾ തനിക്ക് തന്നോട് തോന്നുന്ന പ്രിയം സകലതിനോടും തോന്നേണ്ടതല്ലേ? അപ്പൊ ഹരി പറയാണ് സ്വാഭാവികമായും തോന്നും. അപ്പൊ നമ്മള് അധ്യാപകര് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഭാഗമാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്, നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. ഇത് ആദ്യം നമ്മൾ ആക്കുന്നത് അവരുടെ മനസ്സിലും ബുദ്ധിയിലുമാണ്. പരോക്ഷമായാണ് അവരുടെ ബുദ്ധിയിൽ ഇത് പിടിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്നതിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനുണ്ട്, ഞാനുണ്ടെങ്കിലേ ആരും ഉള്ളൂ. കണ്ണടച്ചിട്ട് ശ്രദ്ധിക്കാൻ പറയണം. കണ്ണടച്ച് ഉള്ളിൽ നോക്കുമ്പോൾ ഞാൻ 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 എന്നത് എന്താണ് അനുഭവം? ഞാൻ എന്നത് ഉണ്ട് എന്നാണ് അനുഭവം. എല്ലാവരുടെയും ഉള്ളില് ഞാൻ ഉണ്ട് എന്നാണ് അനുഭവം. അത് കഴിഞ്ഞ് മാത്രമേ കണ്ണ് തുറക്കുമ്പോ ഈ ദൃശ്യങ്ങളെല്ലാം വരുന്നുള്ളൂ. ഇനി അഥവാ കണ്ണടച്ച് മനസ്സിനെ കാണുന്നെങ്കിൽ ആ മനസ്സിലിരുന്നുകൊണ്ട് ശ്രദ്ധിക്കൂ, ഈ ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഈ ചോദ്യമാണ് നമ്മളെ ഞാനെന്ന ആ നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണോ ഞാൻ എന്ന് തുടിക്കുന്നത് അവിടെ എത്തും. അപ്പോ ആ ഹൃദയത്തിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊരു ധ്യാനമാണ്. അത് ബോധസ്വരൂപമായ ബ്രഹ്മത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. അതുകൊണ്ടല്ലേ പറയുന്നത് ഇത് അനുഭവം, ഇത് എല്ലാവർക്കും കിട്ടുന്നത്. ഇത് നമ്മളൊന്ന് വഴി കാണിച്ചു കൊടുത്താൽ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട് ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് സകലതിനോടും നമുക്ക് പ്രിയം തോന്നണം. തന്നോടാണ് ആദ്യം പ്രിയം. ആ പ്രിയം തന്നിൽ തന്നെയാണ് ഈ സകല പ്രപഞ്ചവും ഈശ്വരനിൽ അധിവസിക്കുന്നു എന്നറിഞ്ഞ് അങ്ങനെ ഒരു ചിന്തയോടുകൂടി നമ്മൾ പുറമേ നോക്കുമ്പോൾ തന്നോടുള്ള പ്രിയം സകലതിനോടും പ്രിയമായി ഭവിക്കണം. ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ടതല്ല, നമ്മൾ പറഞ്ഞ് ഉള്ളിലാക്കി ഞാൻ എന്നതിന്റെ അനുഭവം ഉണ്ടാക്കി എടുത്തിട്ട് സകലതും ആ ഞാനിലാണ് നിൽക്കുന്നതെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ പ്രിയമെന്നോ അങ്ങനെ വരുന്നതല്ല. അങ്ങനെ പറഞ്ഞപ്പോ ഇത് ഉപനിഷത്തിന്റെ അടുത്ത 2 മന്ത്രങ്ങളിൽ കാണിക്കുന്നതാണെന്ന് ഗുരു പറഞ്ഞു. ഉപനിഷത്തിലോട്ടുള്ള വരവാണ്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ 6-7 മന്ത്രങ്ങളാണ് ഇവിടെ പറയുന്ന. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോന വിജുഗുപ്സതേ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ തത്ര കോ മോഹഃ ക ശോകഃ ഏകത്വമനുപശ്യത എന്നാണ്. വളരെ പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളാണ് പറഞ്ഞത്. ഇതേപോലെ അർത്ഥം വരുന്ന ശ്ലോകങ്ങൾ കഠോപനിഷത്തിലുണ്ട്, അതുപോലെ ഭഗവത്ഗീതയിലും ഉണ്ട്. അപ്പൊ ഈ മന്ത്രങ്ങളുടെ അർത്ഥം പറയാണ്. ആദ്യത്തെ പറയാണ് സമസ്ത ഭൂതജാലങ്ങളെയും തന്നിലും,
അതായത് താൻ ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് കാണുന്ന എല്ലാം എന്റെ ആത്മാവിലാണ് കാണപ്പെടുന്നതെന്നും ആ ആത്മാവിനെ തന്നെ സർവഭൂതജാലങ്ങളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നിന്ദിക്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല ഇവിടെ. കാരണം എല്ലാത്തിനെയും അവൻ സ്നേഹിക്കും. ഇനി എപ്പോഴാണോ ജ്ഞാനിയായി കഴിഞ്ഞിരിക്കുന്നവന് സകല ഭൂതജാലങ്ങളും താനായി തന്നെ തീരുന്നത്, ആ ഏകത്വത്തെ മാത്രം നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എന്ത് മോഹം ഉണ്ടാകാനാണ്, എന്ത് ശോകം ഉണ്ടാകാനാണ് എന്നാണ്. കാരണം സത്യം സത്യം പോലെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മോഹവും ഇല്ല, ഒരു മായയും ഇല്ല. ഈ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ് എന്നതാണ് സത്യം. സത്യം അറിഞ്ഞ ആള് സമാധിസ്ഥനായാലും ശരി തന്നെ, അയാൾ ഉണർന്ന് ഉദ്ധാനത്തിലിരുന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ കട്ട പിടിച്ച ആനന്ദാനുഭവം മാത്രമായിരിക്കും. അതായത് ഘനീഭവിച്ച സച്ചിദാനന്ദമാണ് അദ്ദേഹത്തിന്റെ അനുഭവം. ശ്രീനാരായണ ഗുരുദേവനൊക്കെ അത് അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അത് നമ്മൾ അറിയണം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചൈതന്യം. കാരണം അത് കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നാൻ ആ കൃതികളിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം, തൊട്ടെടുക്കാൻ പറ്റുന്നത് പോലുള്ള അനുഭവം വരുന്നത് ഉണർന്നിരിക്കുമ്പോഴും അത് സമാധിയിലിരിക്കുമ്പോഴും ഒക്കെ ഒരേ അനുഭവം. എന്താണ് അനുഭവം? ബോധസ്വരൂപമാണ് താൻ, അല്ലാതെ ശരീരത്തിലല്ല എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഗുരുവിന്, അങ്ങനെയുള്ള ഒരു ജ്ഞാനിക്ക് എന്ത് മോഹം ഉണ്ടാകാനാണ്? മോഹം എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിനെ തെറ്റിദ്ധരിക്കുകയാണ്. ഈ കാണുന്ന ഈശ്വരനെ നമ്മൾ പ്രപഞ്ചമായി തെറ്റിദ്ധരിക്കുന്ന പോലെ. നോക്കൂ, ഈശ്വരനാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്, പക്ഷെ ഈശ്വരനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചം പലത് കാണുമ്പോ നാനാത്വത്തിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നു. ഈശ്വരൻ നമ്മുടെ കണ്ണിൽ മറഞ്ഞു പോവുകയാണ്. അപ്പോ അതുകൊണ്ട് പറഞ്ഞു, ഇനി നാരായണ ഗുരുസ്വാമി അതിനെ എഴുതിയത് മലയാളത്തിൽ പറയുമ്പോൾ അതിന് ഒരു അർത്ഥമേ പറയണ്ട, അത് വായിച്ചാൽ മാത്രം മതി. സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവൻ എന്തുള്ളു നിന്ദ്യമായി. എല്ലാം ഒന്നാണെന്ന് കണ്ട് സർവഭൂതത്തിനെയും ആത്മാവിൽ കണ്ടു, ആത്മാവിനെയും സർവഭൂതങ്ങളിലും കണ്ടിരിക്കുന്ന ജ്ഞാനിക്ക് ഇവിടെ നിന്ദിക്കാൻ എന്തുണ്ട്? സകലതിനെയും അറിയാതെ സ്നേഹിച്ചു പോവും. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും. അന്നേതു മോഹം, അന്നേതു ശോകം ഏകത്വ ദൃക്കിന്. ആ ഏകത്വത്തിനെ കാണുന്നവന് എന്ത് മോഹമാണ്, എന്ത് ശോകമാണ്? ഒന്നുമേ ഇല്ല. ഇവിടെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഏകത്വത്തിൽ സുഖമാണ്, നാനാത്വത്തിൽ സുഖമില്ല, ഭ്രമമാണ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ ഏകത്വം പഠിപ്പിക്കൂ. ഈ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ്, സർവം ബ്രഹ്മമയം എന്ന് ആവർത്തിച്ചു പഠിപ്പിക്കാം. ഈ സത്യത്തിൽ ഈ ഗ്രന്ഥം പഠിപ്പിക്കാൻ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കാരണം ആ ഒരു ഘട്ടം വരെ നമ്മൾ ഇതിനെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് പല രീതിയിൽ ദൃഷ്ടാന്തം പറഞ്ഞ് ഉദാഹരണമൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഇനി അങ്ങോട്ടൊരു ടേക്ക് ഓഫ് ആണ്. ഇത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ പറഞ്ഞ സത്യത്തിനെ ആവർത്തിച്ചാൽ മതി. സർവം ബ്രഹ്മമയം, ഈശാവാസ്യം ഇതം സർവം, നീ ബ്രഹ്മമാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാകുന്നു എന്ന വേദവാക്യങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവർത്തനം മാത്രം മതി. എത്ര കേൾക്കുമോ അത്രത്തോളം ഈ സത്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഗതി വന്നത്? നമ്മൾ മറന്നുപോയി. സത്യം മറന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. സത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ, ശരീരത്തിലാണെന്ന് കരുതുന്നു. കൂട്ടിനകത്ത് അകപ്പെട്ട കിളിയെ പോലെ നമ്മുടെ ആത്മാവ് ദുഃഖിക്കുകയാണ് ഈ ശരീരത്തിനകത്ത് കടന്നിട്ട്. ശരീരമാണ് എന്ന ഒരു തോന്നൽ ഉറച്ചുപോയി. സത്യത്തെ അതൊരു തോന്നലായിരുന്നു. അത് ആവർത്തിച്ച് ചിന്തിച്ച് ഉറച്ചതാണ് നമ്മുടെ ജീവിതം. ഇനി ഇതിന് തിരിച്ച് വെളിയിൽ കിടക്കാൻ എന്ത് ചെയ്യണം? സത്യം ആവർത്തിച്ചോർമ്മിക്കണം. സത്യം ആവർത്തിച്ചോർമ്മിക്കുന്നതിന്റെ ഈ പറയുന്ന പോലെ ഒരു രീതിയാണ് നമ്മൾ ഈ പഠനത്തിൽ അല്ലെങ്കിൽ സത്സംഗത്തിൽ ആവർത്തിച്ച് ഇത് പറയുന്നത്. ഇനി പറയാണ്, അതുകൊണ്ട് അടുത്ത ഹരി പറയാണ്, ഈ അറിവുള്ളവനായാൽ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ സകലതിനെയും സ്നേഹിക്കും. ഇവിടെ അപ്പൊ ഗുരു ഒരു മതത്തിനെ താരതമ്യം ചെയ്ത് പറയാണ്. യേശുക്രിസ്തു പറയുന്ന ഒരു വലിയ ഉപദേശമാണ്. അതായത് ഹരിക്കത് അറിയാം. സ്വർഗസ്ഥനായ നിന്റെ പിതാവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇതാണ് യേശുവിന്റെ അതിപ്രധാനമായ ഒരു സൂക്തം. അപ്പോ ഗുരു പറയാണ്, ഇപ്പോ മനസ്സിലായില്ലേ ഭിന്ന മതങ്ങൾ അന്തിമമായി പഠിപ്പിക്കുന്നത് ഒരൊറ്റ സത്യം തന്നെയാണെന്ന്. നോക്കൂ, നമ്മൾ കുഞ്ഞുങ്ങളിൽ ഒരിക്കലും ഒരു ഈർഷ്യയോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങനെ വല്ലതും എന്തെങ്കിലും പറയേണ്ടി വന്നാൽ പോലും അതിനെ ഒരിക്കലും കുട്ടികളിൽ നേരിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതുപോലുള്ള കാര്യം പറയുമ്പോൾ അവർക്ക് സത്യത്തിൽ അതിനെ ആ ഒരു സത്യത്തിനെ അംഗീകരിക്കും. കാരണം താൻ ഏത് ആദർശത്തിനെയാണോ പിന്തുടരുന്നത്, താൻ ഏത് ഉപദേശത്തിനെയാണോ തന്റെ ഉള്ളിൽ ഗ്രഹിക്കുന്നത്, അതേ ഉപദേശം വേറൊരു മതത്തിലും ഉണ്ടെന്ന് അറിയുന്ന അറിവ് അവനെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മൂല്യമുള്ളവനാക്കി തീർക്കും.
വേറെ ഒന്നിനെയും അറിയാതെ ഈ പറഞ്ഞ പോലെ വിമർശനം ചെയ്യുന്ന ആ ഒരു രീതി അവൻ നിർത്തും. വളർന്നു വരുന്ന തലമുറകളിലാണ് ഇത് വരേണ്ടത്. അല്ലാതെ സത്യത്തിനെ അറിയാതെ തന്റെ കാര്യങ്ങൾ മാത്രം അറിയുകയും മറ്റൊരു മതങ്ങളെയും കുറിച്ച് പഠിക്കാതെ എല്ലാത്തിനെയും വിമർശിക്കുന്ന രീതി കുട്ടികളിലെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ഈ രീതിയെ പറ്റുള്ളൂ. അവരെ നമ്മുടെ മതം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ ഇപ്പൊ ഗുരു പറയുന്നത് പോലെ മറ്റുള്ള മതങ്ങളിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സൂക്തങ്ങളൊക്കെ നമ്മുടേതുമായി താരതമ്യം ചെയ്ത് പറയുമ്പോൾ ആ കുഞ്ഞ് ഒരിക്കലും വേറെ ഒരു മതത്തിനെയും നിന്ദിക്കില്ല. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയാണ്, എന്നിട്ടും പറയും മറ്റു മതങ്ങളെക്കാൾ കേമമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി തമ്മിൽ പോരടിക്കും ചിലര്. അങ്ങനെയൊന്നും ആകാൻ പാടില്ല. അപ്പോ ഗുരു പിന്നെയും പറയാണ്, യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ, മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന സതുപദേശം എല്ലാ മതങ്ങളും നൽകുന്നുണ്ട്. എന്നാലും അത്തരമൊരു ഉപദേശം ഉപനിഷത്തുകളിൽ എങ്ങും കാണില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഉപനിഷത്തുകൾ ഒരിക്കലും മനുഷ്യരെ സ്നേഹിക്കാനോ അങ്ങനെയൊന്നും പറയില്ല. കാരണം ഇവിടെ സർവ്വചരാചരങ്ങളെ ഉദ്ദേശിച്ചാണ് ഉപനിഷത്ത്. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അത് ചരമാവട്ടെ അചരമാവട്ടെ, സ്ഥാവരമാവട്ടെ ജംഗമമാവട്ടെ, അത് ചലിക്കുന്നതാവട്ടെ ചലിക്കാത്തതാവട്ടെ, എന്താണെങ്കിലും എല്ലാം ഈശ്വരൻ എന്നാണ്. ഈശാവാസ്യം ഇതം സർവം. അപ്പോ ഹരി പറയാണ്, ശരിയാണ്, അങ്ങനെ ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് ഹിന്ദുമതത്തിന്റെ പോരായ്മയാണോ? അതായത് മനുഷ്യരെ സ്നേഹിക്കണം എന്ന് പ്രത്യേകിച്ച് പറയാത്തത് ഹിന്ദുമതത്തിന്റെ പോരായ്മയാണോ? ഗുരു പറയാണ്, അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രത്തിൽ പറഞ്ഞില്ലേ, തന്നിൽ നിന്നും അന്യമല്ലാതെ സകലതിനെയും കാണുന്നവർക്ക് ഒന്നിനെയും വെറുക്കാനോ നിന്ദിക്കാനോ സാധ്യമല്ല. അപ്പൊ ഹരി പറഞ്ഞു, കണ്ടു. അങ്ങനെയാണെങ്കിൽ അന്യമല്ലാതെ സകലതിനെയും കാണുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ഏതിനെങ്കിലും സ്നേഹിക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. എല്ലാവരെയും സ്നേഹിക്കുന്നു ഒരേപോലെ, എന്തിനേയും സ്നേഹിക്കുന്നു. താനുണ്ടോ സകലതുമുണ്ട്, താൻ ഇല്ലയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ തനിക്ക് സ്നേഹമല്ലയോ പ്രിയമല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ തന്റെ നിലനിൽപ്പിലല്ലേ നിൽക്കുന്നത്? താനുണ്ടോ എല്ലാം ഉണ്ട്. ഈ താൻ ആരാണ്? ബോധസ്വരൂപമായ ബ്രഹ്മം. അത് ഞാൻ എന്ന് പ്രകാശിച്ചുകൊണ്ടേ നിൽക്കുന്നു. ആ പ്രകാശത്തിൽ താൻ സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം സകലതിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് അറിയുന്ന കുഞ്ഞിനെയോ അല്ലെങ്കിൽ ആ അറിവ് അറിയുന്ന ഒരു വ്യക്തിയെയോ ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല, ഇന്ന ആളെ സ്നേഹിക്കൂ ഇന്ന ആളെ സ്നേഹിക്കൂ. ഇല്ല, എല്ലാം അത് തന്നെ, എല്ലാം അത് തന്നെ. സകലതിനെയും ഒരേപോലെ സ്നേഹിക്കുന്നു എന്നാണ്. അതുപോലെ സത്യത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഉള്ളിൽ ഉണ്ടാക്കുക മാത്രമല്ല ഉപനിഷത്തുകളുടെ ലക്ഷ്യം. ഗുരു പറയാണ്, ആ സത്യം അനുസരിച്ച് ആ സത്യത്തിന്റെ അംശമായി നമ്മൾ ജീവിക്കുകയും വേണം. അപ്പോൾ സ്നേഹിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഞാൻ ഓർത്തെടുത്ത് പറയാണ്, ഒരിക്കലും തർക്കിക്കാനോ വാദിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനുമായിരിക്കണം നമ്മളുടെ ഓരോ ദിവസവും. എന്ന് പറഞ്ഞാൽ തമ്മിൽ സ്നേഹിച്ച് ഒരിക്കലും ഒരു വെറുപ്പുണ്ടാകാതെ. എത്ര ദിവസമുണ്ട് ഈ ജീവിതം? ആയുസ് എത്ര കാലം? എന്തിനാണ് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്ത് ബഹളം ഉണ്ടാക്കുന്നത്? അതായത് അതൊക്കെ ഒന്ന് യുക്തിപരമായി ഒന്ന് ചിന്തിച്ചാൽ അപ്പൊ തന്നെ നമ്മുടെ ഈ ഞാൻ എന്ന ഭാവം കുറച്ചു താഴെ വരും. അഹങ്കാരം ഉപേക്ഷിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മാനുഭവം. കാരണം ബ്രഹ്മത്തെ മറച്ചു നിൽക്കുന്നത് ഞാൻ എന്ന ഭാവം മാത്രമാണ്. ഞാനാണ് ഈ പറഞ്ഞതുപോലെ അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനത്തിൽ മുങ്ങിയിരിക്കുന്നത്, ഈ ജീവാഹങ്കാരം എന്നാണ്. ആ അഹങ്കാരത്തിനെ അഹംബോധമാക്കി തീർക്കണം. അഹങ്കാരത്തിനെ ആവർത്തിച്ച് ചിന്തിച്ച് അത് അഹം എന്നത് ഞാൻ എന്ന ബോധമാണ്. ആ ബോധം അഖണ്ഡ ബോധമാണ് എന്ന് പതുക്കെ പതുക്കെ ധ്യാനത്തിലൂടെ നമ്മൾ അറിയും. ഇത് തന്നെ ഒരു ധ്യാനം, ഈ കേൾക്കുന്നതും ഒരു ധ്യാനമാണ് എന്നാണ്. അങ്ങനെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്റെ വിശപ്പടക്കാൻ വേണ്ടി ഏതെങ്കിലും ജീവിയെ കൊന്നു തിന്നാൻ നിനക്ക് തോന്നുമോ എന്നാണ്. ഇത് പതുക്കെ അഹിംസയിലെത്തുകയാണ്. അഹിംസയെ തന്നെയും സ്വാമി വളരെ കൃത്യമായിട്ട് എന്താണ് അഹിംസ, എന്താണ് ഹിംസ, അഹിംസ എത്ര വരെ ആകാം, ഹിംസിക്കാതെ നമുക്ക് ഒരിക്കലും ഇവിടെ ജീവിക്കാനും സാധ്യമില്ല എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ പറയുന്നു മൃഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നിട്ടാണ് കഴിയുന്നത്. ജീവോ ജീവസ്യ ജീവനം എന്നാണ്. ഇത് വ്യാസരെഴുതിയതാണ്, ഭാഗവതത്തിലതാണ്. അപ്പൊ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തിന്നിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. എഴിഞ്ഞു നടക്കുന്നതിനെ 4 കാലുള്ളത് പിടിച്ചു തിന്നും, 4 കാലുള്ളതിനെ 2 കാലുള്ളവർ പിടിച്ചു തിന്നും. അതൊരു ജീവിത നിയമമാണ് ഇവിടെ. ഇതാണ്. അതുകൊണ്ട് ഹിംസയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇപ്പൊ പറയും. അപ്പൊ ഗുരു പറയാണ്, കാരണം ഞാൻ വളരെ പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ സകലതും എനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ മരിക്കുന്നതോ ഞാൻ ഇഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെയായ മറ്റു ജീവികളെയും എനിക്ക് കൊല്ലാനാവില്ല.
അപ്പൊ ഗുരു പറഞ്ഞു, അപ്പൊ ഈ കാര്യം പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ അഹിംസ എന്ന് വിളിച്ചത്. അപ്പൊ ഗുരു പറഞ്ഞു, അഹിംസ പാലിക്കുന്നത് നമ്മുടെ സത്യാവബോധം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിന്റെ ലക്ഷണം മാത്രമാണ്. അപ്പൊ അഹിംസ പാലിക്കണം. സത്യത്തില് അഹിംസ എന്നത് നമ്മുടെ ഈ പറഞ്ഞ ഉപനിഷത്തിന്റെ മാർഗം നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ അത് തനിയെ വന്നു ചേരുന്നതാണ്. ഗുരുവിന്റെ അനുകമ്പാ ദശകവും ഒക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ അങ്ങനെ വളരെ പ്രത്യേകിച്ച് ഗുരു അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ഗുരു പറയുന്നത്, അപ്പൊ ഹരിയുടെ ഒരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ ആഹാരമായി കഴിക്കാൻ സാധിക്കുന്ന ജീവിവർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്, ജീവിക്കുന്നവയിൽ നിന്നല്ലാതെ അത് കിട്ടുകയില്ല. അപ്പൊ ഹിംസ കൂടാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പൊ ഗുരു പറഞ്ഞു, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംശയം, പ്രസക്തവുമാണ്. ഇതെല്ലാം കുട്ടികൾ നമ്മളോട് ചോദിക്കും. ഇത് പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ കുറച്ചൊക്കെ ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവരപ്പ ഇതിപ്പോ ചോദിക്കും. കാരണം അവർ കണ്ടിരിക്കുന്ന ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുണ്ട്. അത് വെച്ചിട്ട് അവർ ഇതിനെ താരതമ്യം ചെയ്താൽ ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പറയാം, അപ്പൊ സ്നേഹം ഉള്ളിൽ ഉദിക്കുന്നത് നമ്മുടെ യുക്തിവിചാരത്തിന്റെ ഫലമായിട്ടല്ല, അത് ഉള്ളിലുണ്ടാകുന്ന ഒരു വൈകാരിക ഭാവമാണ്. നമ്മൾ ആഹാരത്തിന് വേണ്ടി ഒരു പശുവിനെയോ ആടിനെയോ കോഴിയെയോ കൊല്ലുമ്പോൾ കൊല്ലുന്നയാളിനുള്ളിലുണ്ടാകുന്ന വൈകാരിക ഭാവമാണോ ഒരു ചീര മുറിച്ചെടുത്ത് തിന്നുമ്പോഴോ ഒരു പഴമെടുത്ത് കഴിക്കുമ്പോഴോ? അപ്പോ അല്ല. അപ്പൊ ഗുരു പറയണം, മാത്രമല്ല സസ്യലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പലതും അതാത് സസ്യത്തിന്റെ അനന്തര തലമുറ നിലനിൽക്കുന്നതിന് വേണ്ടി വരുന്നതിൽ എത്രയോ അധികമാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഗുരുവിന്റെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ മരുത്തോമലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭക്ഷിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും മറ്റേ വാഴപ്പഴം കഴിക്കുന്നതാണ്. കാരണം അതിന്റെ കുരുവിൽ നിന്നും പിന്നെ അല്ല വാഴ ഉണ്ടാകുന്നില്ലല്ലോ. വാഴപ്പഴം കഴിച്ചതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറയെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. അതുപോലെയാണ് കപ്പ. അവിടെ എനിക്ക് തോന്നുന്ന കപ്പ എന്നാണ് പറയുന്നത്. അപ്പൊ അതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരിക്കലും അതിന്റെ കിഴങ്ങ് കഴിച്ചതുകൊണ്ട് ഒരിക്കലും അതിന്റെയും തലമുറയെ നശിപ്പിക്കുന്നില്ല. അതിന്റെ കമ്പാണല്ലോ വീണ്ടും നടുന്നത്. അപ്പൊ ഇതെല്ലാം ഗുരു ശീലിച്ചിരുന്നതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അദ്ദേഹം സകലതിനെയും ഇതുപോലെ കണ്ട ഒരു ഭാവം ഉള്ളിൽ കാരുണ്യം കൊണ്ട് ഇങ്ങനെയാണ് ഭക്ഷണം പോലും ശീലിച്ചിരുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടൊക്കെ ഹിംസയെ ഒരുപാട്, അതുകൊണ്ടാണ് അനുകമ്പാദശകം പോലെയുള്ള ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്നുള്ളതാണ്. കാരണം അത്ര കണ്ട് താൻ തന്നെയാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ഭാവം, അതറിഞ്ഞുകൊണ്ട് നമുക്കിത് വായിച്ചു നോക്കാം. അപ്പൊ ഒരു പ്ലാവില് ഒട്ടനവധി ചക്കയുണ്ടാവും. ഒരു പറയുന്ന ഉദാഹരണങ്ങളാണ്. അപ്പൊ ചക്കയിലും ഉണ്ടാവും 100 കണക്കിന് കുരുക്കൾ. അപ്പൊ ഈ ചക്കയിലെ കുരുക്കൾ എല്ലാം കൂടി വന്ന് ഇവിടെ ഒരു പ്ലാവുകളായി മാറിക്കഴിഞ്ഞാൽ, പ്ലാവായി മാറിയാൽ ഭൂമിയിൽ പ്ലാവിന് നിൽക്കാൻ ഇടയില്ല. അപ്പൊ ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്യോന്യം ഭക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിൽപ്പിന് തന്നെയാണ്. ചെടികളില്ലെങ്കിൽ നമ്മളില്ല. എല്ലാം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അന്നം കൊണ്ടാണ് സകല ജീവനുകളും ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹിംസിക്കുന്നതിന് ഏറ്റക്കുറിച്ചിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മതങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഓരോ മതങ്ങളും ഉണ്ടായ കാലദേശങ്ങൾക്കനുസരിച്ച് അതിന്റേതായ രീതികൾ മാറ്റമാണ്. അവിടെ ഏതാണോ അവർക്ക് കിട്ടാവുന്നത്, എന്തിന്റെ സാധ്യതയാണോ അവിടെ ഉള്ളത്, അതിനനുസരിച്ചിട്ടാണ് പലരുടെയും ഭക്ഷണക്രമം. അതിനെയൊന്നും നമ്മൾ വേറൊരു സ്ഥലത്തിരുന്നു കൊണ്ട് അങ്ങനെ വിമർശിക്കാൻ പാടില്ല, നിരൂപണം പാടില്ല. കാരണം അത് നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ. അപ്പോ ഹരിക്ക് കുറെയൊക്കെ മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, അപ്പൊ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇത് പകർത്തുമ്പോൾ പാലിക്കേണ്ട ഒന്നാണ് അഹിംസാവ്രതം. അപ്പൊ അതുകൊണ്ട് സാധിക്കും അങ്ങനെയുള്ളത്. അപ്പൊ ഗുരു പറയാണ്, അഹിംസാവ്രതം എന്ന് പറയുന്നത് ഒരു ജീവിത വ്രതമായിട്ട് കാണണം. അപ്പോ ഒട്ടും ഹിംസയില്ലാത്തതാണ് നമ്മൾ പഴങ്ങൾ കഴിക്കുന്നത്. അതാണ് ഇവിടെ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. മരച്ചീനി കഴിക്കുന്നത്, മരച്ചീനിയുടെ കിഴങ്ങെടുത്ത് മനുഷ്യനെ ആഹരിക്കുന്നത് കൊണ്ട് അതിന്റെ അനന്തര തലമുറ നിലനിൽക്കുന്നതിൽ ഒരു തടസ്സവും സംഭവിക്കുന്നില്ല. ഇങ്ങനെ അഹിംസയെ ജീവിതവ്രതമായി കാണണം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഹിംസിക്കാതെ നിവൃത്തിയില്ല എന്നുള്ള കാര്യവും കുട്ടികളിൽ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ആധ്യാത്മിക വിദ്യയിൽ വരുമ്പോ കഴിവതും നമുക്കിവിടെ ഒരു ഹിംസിക്കാതെ കഴിക്കാനുള്ളതെല്ലാം നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമുക്കിവിടെ ഉണ്ട്. കാരണം നമ്മൾ അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടനുസരിച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഹിംസിക്കാതെയൊക്കെ ജീവിക്കാം, മൃഗങ്ങളെയൊക്കെ. അപ്പോ അതിനെക്കുറിച്ചും കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ചില തണുപ്പുള്ള പ്രദേശങ്ങളില് ചെടികളൊന്നും വളരാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക്
ജീവിക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ ഹിംസയുടെ ആ ഒരു എത്രത്തോളം ഹിംസ എന്നാണ്, ആവശ്യത്തിൽ കൂടുതൽ ഹിംസിക്കുന്നവരുണ്ട്, അതായത് ആവശ്യമില്ലെങ്കിലും അതിൽ കൂടുതൽ ഹിംസ ചെയ്യുന്നവർ. ഇനി അതിന്റെ അടുത്ത തലത്തിൽ നമ്മൾ മാനസിക ഭാവങ്ങളെ കൂട്ടിക്കലർത്തി പറഞ്ഞാൽ ഹിംസ എന്നത് മറ്റൊരാളിനെ ഹിംസിക്കുന്നത്, കൊല്ലലല്ല, അവരെ മാനസികമായോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ദുഃഖിപ്പിക്കുന്നതും ഒക്കെ ഹിംസയുടെ കൂട്ടത്തിൽ വരും. ഹിംസയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നീതിശാസ്ത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ഹിംസയെ പല രീതിയിൽ അവർ നിർവചിച്ചിട്ടുണ്ട്. ഒരു ജീവൻ അപഹരിക്കുന്നതിനേക്കാളും കൂടുതൽ ജീവിച്ചിരിക്കുന്നവരെ തമ്മിൽ ഈ പറഞ്ഞ പോലെയുള്ള, അതായത് മറ്റുള്ളവരെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതും ഒക്കെ ഹിംസയുടെ കൂട്ടത്തിൽ വരാറുണ്ട്. അപ്പൊ ആ ഹിംസയെ കുറിച്ച് നല്ലവണ്ണം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തത് പറയേണ്ടത്. അപ്പൊ ഈ അധ്യായത്തില് ഇത്രയൊക്കെ ആ 2 മന്ത്രങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് വീണ്ടും തന്നെയാണ് തനിക്ക് പ്രിയം എന്നുള്ളതിനെ നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞു മനസ്സിലാക്കണം. എന്നിട്ട് ആ ഞാനിൽ എത്തിച്ചേരാൻ വേറെ ഒന്നും വേണ്ട, ഞാൻ ആര് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിചാരം ചെയ്തു നോക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം ഈ അധ്യായം നിർത്താൻ. എങ്കിൽ മാത്രമേ കുട്ടിക്ക് തന്നിലെ ഞാനിനെ കണ്ടെത്താൻ സാധിക്കൂ. അപ്പോ ഇന്നിപ്പോ ഈ അധ്യായം ഇങ്ങനെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം.